ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് വാച്ചിൻ്റെ വീഡിയോ ആയിട്ടല്ല കേട്ടോ. നമ്മളിൽ പലരും ഇപ്പോൾ യൂസ് ആക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ ആക്സസറീസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആക്സസറീസ് എന്താണെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ പേരും സ്കിപ്പ് അടിച്ച് പോകരുത്. ഫസ്റ്റ് മുതൽ എൻഡ് വരെ കണ്ടിരിക്കാൻ ഒന്ന് ശ്രമിക്കണം. പിന്നെ പലരും പറയാറുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, പുതിയ വാച്ചിൻ്റെ വീഡിയോകളൊന്നും ചെയ്യുന്നില്ലേ, ഈ വീഡിയോ ഒന്നും കാണാറില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പറഞ്ഞവരൊക്കെ മെസ്സേജ് അയച്ച എല്ലാ പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ടില്ല. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരും. അപ്പോൾ കുറച്ച് പേര് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ പേരും അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അതിൽ ഓൾ സെലക്ട് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി പ്രൊഡക്റ്റ് എന്താന്ന് നോക്കാം. വെൽക്കം ബാക്ക് ടു ചരചന്ദ്ര ടൈംസ്. അപ്പോൾ ഇതാണ് ആ പ്രൊഡക്റ്റ്. ഇതൊരു ബാറ്ററിയാണ്. നോർമലി ഈ ചെവിട് കേൾക്കാൻ പറ്റാത്ത ആൾക്കാർ ചെവിട്ടിലൊരു എക്യുപ്മെന്റ് വെക്കും, ഹിയറിംഗ് എയ്ഡ് എക്യുപ്മെന്റ്. അപ്പം അതിൽ യൂസ് ചെയ്യുന്ന ബാറ്ററിയാണിത്. അപ്പോൾ ഈ ബാറ്ററി വരുന്നത് പവർ ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ ബാറ്ററിയാണ്. ജർമ്മൻ മെയ്ഡാണ് ബാറ്ററി വരുന്നത്. ഇതിൻ്റെ നമ്പർ വരുന്നത് P13 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. P13 P13 എന്ന് വെച്ചിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ മെഷീനും ഓരോ ബാറ്ററിയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് P13 ബാറ്ററിയാണ്. അത് 6 ബാറ്ററിയാണ് ഇതിൽ ഉള്ളത്. പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ ഈ ബാറ്ററിയുടെ 4 സൈഡും കൊടുത്തേക്കുന്ന ഈ ഒരു റൗണ്ട് ഇല്ലേ, ഇതിനൊരു ഓറഞ്ച് കളറാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ തന്നെ വേറെ വേറെ വെറൈറ്റീസ് ഉണ്ട്, അതൊന്നൊന്നായിട്ട് ഞാൻ പരിചയപ്പെടുത്താം. നെക്സ്റ്റ് വരുന്നതും പവർ ഓണിൻ്റെ ബാറ്ററി തന്നെയാണ്. ഇതിൻ്റെ നമ്പർ വരുന്നത് P675. എല്ലാത്തിനും നമ്പർ ഈ മുകൾ ഭാഗത്തായിട്ടായിരിക്കും കൊടുത്തേക്കുന്നത് കേട്ടോ. ഇതിന് ഇവിടെ ഒരു ബ്ലൂ കളറാണ് കേട്ടോ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് P10 അതിൻ്റെ ഇവിടെ വരുന്നത് യെല്ലോ കളറാണ്. നെക്സ്റ്റ് വരുന്നത് P312. ഓക്കെ, P312. ഇതിന് വരുന്നത് ഇവിടെ ഒരു ബ്രൗൺ കളറാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തേക്കുന്ന ഈ 4 ബാറ്ററിയും പവർ വണ്ണിൻ്റെയാണ് കേട്ടോ. ഞാനൊരു P312 എന്ന് പറഞ്ഞിട്ടൊരു ബാറ്ററി കാണിച്ചിട്ടില്ലേ, അപ്പോൾ അതിൻ്റെ തന്നെ സിഗ്നിയ എന്ന് പറഞ്ഞു നമ്മൾ കാണിച്ച പവർ ഒന്നിൻ്റെയാണ്. സിഗ്നിയ എന്ന് പറഞ്ഞു വേറൊരു കമ്പനിയുടെ ബാറ്ററിയാണിത്. 312 നമ്പർ വരുന്നത്. അപ്പം കുറേ കമ്പനികളുണ്ടാവും, അതായത് പല പല ബാറ്ററിയുടെ കമ്പനികളുണ്ടാവും. അതിനൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ചിലതിന് റയറായിട്ട് ചിലതിന് നമ്പർ കാണാറില്ല, പക്ഷെ ഇവിടെ അതിൻ്റെ നമ്പർ മിക്കതിനും കൊടുത്തിട്ടുണ്ടാവും. 312. അതുപോലെ തന്നെ ഇവിടെ വരുന്ന കളറും അത് രണ്ടും ഏകദേശം സെയിം തന്നെ ആയിരിക്കും. നോക്ക്, ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് P312. അതുപോലെ തന്നെ ഇവിടെയും നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുന്നത് ഇതിന്റെ കളറാണ് കേട്ടോ. ഈ ഭാഗത്ത് വരുന്ന കളർ സെയിം തന്നെ ആയിരിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാലേ, ഈ ബാറ്ററിയുടെയൊക്കെ നമ്പർ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് സൈഡിൽ ഇവിടെ തന്നെ ആയിരിക്കും വരുന്നത്. ഈ ബാക്കിലൊക്കെ ഓരോ നമ്പേഴ്സ് ഉണ്ടാവും. കണ്ടോ, PR48 48 എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെയൊക്കെ ഒരു നമ്പർ ഉണ്ടാവും. അപ്പൊ അറിയാത്ത ചില ആൾക്കാർ ഈ ബാക്കിലൊക്കെ ഉള്ള ഈ നമ്പർ ആയിരിക്കും പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അതല്ല പറയേണ്ടത്, ഈ ഫ്രണ്ടിൽ വരുന്ന ഈ നമ്പർ വേണം പറയേണ്ടത് കേട്ടോ. പിന്നെ നമുക്ക് മാർക്കറ്റിൽ കംപ്ലൈൻറ്റ്സ് ഒന്നും ഇല്ലാതെ അത്യാവശ്യം നന്നായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് പവർ ഓൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ബാറ്ററിയുടെ വീഡിയോ ആയിട്ട് വന്നത് എന്തെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഷോപ്പിൽ ഇതുപോലുള്ള കുറേ ആക്സസറീസ് അവൈലബിൾ ആണ് കേട്ടോ. വാച്ചിൻ്റെ ബാറ്ററി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബാറ്ററികൾ, സ്ട്രാപ്പുകൾ, ഇങ്ങനെ അത്യാവശ്യം കുറേ ആക്സസറീസുകൾ അവൈലബിൾ ആണ്. ഒന്നൊന്നായിട്ട് ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾക്ക് ഈ ബാറ്ററി ഒക്കെ വാങ്ങുന്ന സ്ഥിര കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പം അവരൊക്കെ വന്ന് പറയാറുണ്ട്, പുറത്തുനിന്ന് അവർ 200, 250, 300, 350 ഇങ്ങനെ പല പല പ്രൈസ് റേഞ്ചിനാണ് പുറത്തുനിന്ന് അവർ പർച്ചേസ് ചെയ്യാറുള്ളത്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ 1 രൂപയെങ്കിലും, അതായത് പുറത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും 1 രൂപയെങ്കിലും കുറച്ചിട്ട് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുമെങ്കിൽ തരാലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. കാര്യം ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് ഒരു മാസം ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു 250, 300 ആ ഒരു എമൗണ്ട് വെച്ചിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് അത്യാവശ്യം ഒരു എമൗണ്ട് ഇതിന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അതിൽ
ഒന്ന് കുറവ്, അതിൽ ആ എമൗണ്ടിൽ കുറച്ചൊരു ആശ്വാസം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, എമൗണ്ട് കുറച്ച് പർച്ചേസ് ചെയ്യാൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും ഒരു ആശ്വാസമാണ്, തരുന്ന എനിക്കൊരു സന്തോഷമാണ് അല്ലേ. ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 110 രൂപയാണ് കേട്ടോ. ഈ എയർ ബാറ്ററിക്ക് വരുന്നത് 110 രൂപയാണ്. പുറത്തുനിന്ന് വാങ്ങുന്നവർക്ക് അറിയാൻ പറ്റുമല്ലേ, എമൗണ്ട് കുറച്ച് കൂടുതലായിരിക്കില്ലേ. ഈ 110 രൂപയ്ക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ ഇതിന്റെ ഈ ഒരു എയർ ബാറ്ററിക്ക് വരുന്നത് 110 രൂപയാണ്. പ്ലസ് 50 രൂപ കൊറിയർ ചാർജ് കൂടെ വരും കേട്ടോ. കാര്യം വാച്ചുകളൊന്നും ഞാൻ കൊറിയർ ചാർജ് വാങ്ങാതെയാണ് കൊടുക്കാറുള്ളത്. പക്ഷേ ഇതിന് ഒരു 50 രൂപ കൊറിയർ ചാർജ് കൂടി ആവും. അപ്പോൾ ഇതൊരെണ്ണം എടുക്കുകയാണെങ്കിൽ 110 ഇതിന്റെ ക്യാഷും 50 രൂപ കൊറിയർ ചാർജ് കൂടെ ആകുമ്പോൾ 160 രൂപ. അപ്പോൾ ഈ ഒരു ഒറ്റ പാക്ക് വാങ്ങാതെ നിങ്ങൾക്ക് അധികം വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി ലാഭം അല്ലേ. ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നവർ ലൈഫ് ലോങ് എന്തായാലും യൂസ് ചെയ്യുന്നവരായിരിക്കുമല്ലോ. അപ്പോൾ ഒരു 2, 3, 4 അല്ലെങ്കിൽ 10 വരെ വാങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ കൊറിയർ ചാർജ് ഒരൊറ്റ എമൗണ്ടിൽ അങ്ങ് പോകുമല്ലോ. പിന്നെ അതുപോലെ തന്നെ ഒന്നിലധികം പേര് വീട്ടിൽ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ചിലപ്പോൾ 2 പേർക്ക് 2 മെഷീൻ ആയിരിക്കും, ഒന്നായിരിക്കണം എന്നില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ നമുക്കിത് മിക്സ് ചെയ്തും വാങ്ങാം കേട്ടോ. ഇതിപ്പം ഈ ഒരു P10 P675 അല്ലെങ്കിൽ P312 അങ്ങനെ മിക്സ് ചെയ്തും നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ. അപ്പോൾ ഈ ബാറ്ററി വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും, അതിനകത്ത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ ചാനൽ കാണുന്നവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചാലും അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പം ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഒരു 10 പാക്കറ്റ് ഒന്നിച്ചെടുക്കുവാണെങ്കിലും ഞങ്ങൾ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കിയിട്ടേ ഞങ്ങൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അത് മറക്കണ്ട. ഓക്കെ, ബൈ.